പഴം വേണം? ആ വേണം വേണം. ഒരു കിലോ പഴം ഇടും. നാടൻ പഴം തന്നെ. നാടൻ പഴം കണ്ടാ തമിഴ്നാട് പഴാന്ന് പറയൂ. എന്തിനാ പറയണത്? എവിടെ കൊലച്ചത്? കടക്കകത്ത. ഒന്നല്ല തമാശക്കാരനാണല്ല. തമാശക്കാരനാന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനല്ല. വില എന്തര്? 50 രൂപ. 50 രൂപ? 20 രൂപയുള്ളൂ വില അവിടെയൊക്കെ. നാടൻ പഴം തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. ആ പിന്നെ പഴത്തിന്റെ വില കൂടണ്ട. നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യാല്ലേ പഴം ഉണ്ടാക്കുന്നത്. വേണം. വേറെ നിനക്ക് എന്താ വേണ്ടേ? ലോലിപോപ്പ്. ലോലിപോപ്പ്? ഒരു ലോലിപോപ്പ് എടുക്കും. എത്ര ആയസ്? അണ്ണാ 60 രൂപ. അണ്ണാ പേരെന്തിനാ? മണി മണി മണിക്കുട്ടൻ. പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ. ഈ മാടനട തന്നെ തന്നെ മോൻ. മുതലാളിക്കിപ്പോ ജീവനോടുണ്ട്. എന്തരായി? അല്ല പൈസ വേണ്ട. വേണ്ട വേണ്ട. ഞാൻ പണ്ട് മുതലാളി എടുത്ത് വഴക്കൊല്ലിക്കാട്ടൂരോട് വന്നിട്ടുണ്ട്. അതൊക്കെ അന്ത കാലം. ഇപ്പൊ കാശ് എത്രയായി? വേണ്ട വേണ്ട. നീ പറ. വേണ്ട അണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാ മതി. അതൊക്കെ വരാം. നീ കാശ് പറ. മുതലാളിയുടെ അതേ സംസാരം കേട്ടാ. അങ്ങനല്ലേ വരുള്ളൂ അല്ലേ? പൈസ വേണ്ട. അല്ല എന്തരായി പറ. വേണ്ട വേണ്ട പൈസ വേണ്ട. പറയടാ. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് വന്നാ മതി. അതൊക്കെ വരാം. കാശ് എത്രയായി? കാശ് 60 രൂപ. 60. ആ പിടി. നീ ആക്ടിങ് പഠിച്ചിട്ടുണ്ടോ? അല്ല നീ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോടാ. നിന്നെ ഞാൻ പഠിപ്പിക്കാടാ. ഇനി ഇവിടെ ഒന്നല്ല, ഈ ജില്ലയിൽ നിന്നെ കണ്ടുപോരുത്. കിണങ്ങി കിണങ്ങി നടക്കുന്ന നടക്കും മനുഷ്യ അങ്ങോട്ട്. ചോദിക്കട്ടെ കുണങ്ങി നടക്കുന്നു. വിളിക്കങ്ങോട്ട്. ആരുമില്ലേ? ഉറക്കെ അങ്ങോട്ട് വിളിക്കങ്ങോട്ട്. ആരുമില്ലേ ഇവിടെ? തമ്പുരാട്ടി എവിടെ? തമ്പുരാട്ടി ഇല്ലേന്ന്. പ്രായമുള്ള ആരെങ്കിലും വിളി വെച്ചേ? എത്ര പ്രായമുള്ളവരോ വേണം? കൊള്ളാലോ. പറഞ്ഞിട്ട് കാര്യല്ല, വീട്ടിലുള്ളവരുടെ സ്വഭാവം ഇവിടെയുള്ള പിള്ളേരും കാണിക്കുള്ളൂ. കുടുംബത്തിൽ പറഞ്ഞവര് വീട്ടുകാരെ സ്വഭാവം കാണിക്കും, അല്ലാത്തത് നാട്ടുകാരെ സ്വഭാവം കാണിക്കും. നല്ല സംസാരമാണല്ലോ കൊച്ചിൻ്റെത്. സംസാരിക്കണൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടോ. സംസാരിക്കുന്ന ആളുടെ ക്വാളിറ്റി അറിഞ്ഞേ എനിക്ക് സംസാരിക്കാൻ അറിയൂ. ആരിറങ്ങി? ഓ പൂതന വരുന്നുണ്ട്. എന്താണോ? നിങ്ങളെ മരം ഞങ്ങൾ മുറിപ്പിച്ചെന്നും പറഞ്ഞോണ്ടേ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ കേട്ടോ. എങ്ങനെ? ഇത് എന്തോന്നത്? നിങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂടയിൽ എന്തോന്നാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിനക്ക് ഒന്നും അറിഞ്ഞൂടെ? ഇവിടെ പറക്കി പറക്കി ഇറങ്ങിയുമ്പോ നിനക്ക് ഒന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ പെണ്ണുപിള്ളേ? സാറേ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഒരു പോലീസുകാരനാണ്. ASI ചന്ദ്രൻപിള്ള. എല്ലാ പ്രതിയേക്കും എന്നെ പേടിയാണ്, അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് പുലിനട വീട്ടുകാരുടെ ചട്ടം വിത്തരൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടാ. എന്താണ് സാർ പ്രശ്നം? ഞാൻ പറയണ ആദ്യം കേളാൻ അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഈ വേഷം എടുത്ത് അങ്ങോട്ട് എറിയാൻ പറ്റൂല. ഇവിടെ ആരും അങ്ങനെ എറിയില്ല സാർ, ഇവിടെ വേസ്റ്റ് എടുക്കാൻ ആള് വരുന്നുണ്ട്. ഒരു കാര്യം കൂടാ, അന്ന് മര്യാദയ്ക്ക് മരം മുറിപ്പിക്കാൻ വേണ്ടി പറയാൻ വന്നപ്പോ ഞങ്ങളെ വെട്ടാ ഓടിക്കാന്ന് ഞങ്ങൾ മറന്നുപോയില്ല. അതൊക്കെ കഴിഞ്ഞല്ലേ സാർ? അതെങ്ങനെ കഴിയും? പുലിനട വീട്ടുകാരുടെ വിശേഷങ്ങൾ പറയാതെ എങ്ങനെ കഴിയാനാ? നിങ്ങളുടെ വിശേഷങ്ങളെ ചേട്ടൻ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചറിഞ്ഞായിരുന്നു. ഞാൻ പോയി തിരക്കി. പിന്നെ അല്ലാണ്ട് സഹോദരന് 160 കേസുകളുണ്ടല്ലേ. പിന്നെ ഇങ്ങേത് ഇവളുടെ അച്ഛൻ ഭാർഗവൻ പിള്ള വലിയ ജമ്മിയാ. അങ്ങേർക്കും കുറെ കേസുകൾ ഉണ്ടായിരുന്നു. അങ്ങേര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നക്കാപ്പിച്ചൊക്കെ എറിഞ്ഞ കേസുകൾ മുഴുവൻ തേച്ച് മാച്ചു കളഞ്ഞു. പിന്നെയും ഉണ്ട് പുലിനട വീട്ടുകാരുടെ വിശേഷങ്ങള്. തട്ടിപ്പ്, വെട്ടിപ്പ്, കൊള്ള, കൊല, പിന്നെ പാവപ്പെട്ടവരുടെ ഭൂമി മുഴുവൻ എഴുതി വാങ്ങിക്കലാണ് ഇവളുടെ തന്ത ഭാർഗവൻ പിള്ളയുടെ ഏറ്റവും വലിയൊരു വിശേഷം. ഇനിയുണ്ട് സംഭവം. അതാണ് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ചാടാതെ. നീയും നിന്റെ സഹോദരനും കൂടാതെ നിന്റെ തന്തയ്ക്ക് നാട്ടിൽ മുഴുവൻ മക്കളാണല്ലേ? നിന്റെ തന്തയ്ക്ക് നാട്ടിൽ മുഴുവൻ മക്കളല്ലേ? നിന്റെ തന്തയ്ക്ക് നാട്ടിൽ മുഴുവൻ
എന്താ എന്താ ഇവിടെ ഒരു ആഘോഷം? അല്ല അത്തപ്പൂക്കള ഇടുക. അത്തപ്പൂക്കളോ? അല്ല ഇടാൻ വേണ്ടി ആ, തുടങ്ങിയ. ചന്ദ്രൻ സാറേ ഇനി അടുത്ത് വരണം. ഇത്ര അകലെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഉറക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അടുത്ത് വാ. ചന്ദ്രൻപിള്ള വരും. ഞാനൊരു പോലീസുകാരനാണല്ലോ. അതല്ലോ. എനിക്ക് പേടിയൊന്നുമില്ല. എഴുന്നേക്ക് മക്കളെ, എഴുന്നേക്ക്. എന്താ പ്രശ്നം? പ്രശ്നം വെച്ചാല് ഇതാ നിൽക്കുന്ന ഈ ഭൂതനല്ലേ നിങ്ങളുടെ സഹോദരി, അവൾ എന്നെ അടിച്ചു. ശരി പെങ്ങളെ, വീട്ടിൽ വരുന്നവരെ അടിക്കാൻ കൊള്ളാവോ? ചോദിക്കെങ്ങനെ നമ്മുടെ അച്ഛനെ പറ്റി അനാവശ്യം പറഞ്ഞ അടിക്കണം ചേട്ടാ. അളിയാ പ്രശ്നമില്ലല്ലോ, എല്ലാം കഴിഞ്ഞു. അയ്യോ വിളിച്ചോട് പോടോ. ഇത് ഞാൻ കേസാക്കും. എന്നെ തന്നെ ഞാൻ ക്ഷമിക്കും, എന്റെ ഭാര്യ തന്നെ ഞാൻ ക്ഷമിക്കൂല. നോക്കിക്കോ, കുടുംബത്തിനെ എല്ലാം തന്നെ അകത്താക്കും. വിളിച്ചോട് പോടോ. എവിടെ ചന്ദ്രമണി സാറേ വിളിക്കുന്നു. പോണ്ട ചേട്ടാ, വന്നേ പോണ്ട. മാപ്പൂറേനായിരിക്കും. സാറേ വന്നേ, നമുക്ക് പറഞ്ഞു തീർക്കാം. വാ. എന്ത്? ഞാൻ എന്തോ ഒന്ന് മറന്നു. ഞാൻ എന്താ മറന്നത്? നിങ്ങൾ എന്തിനു പറഞ്ഞെന്ന് എനിക്ക് എങ്ങനെ അറിയാം? പിടികിട്ടി. മറ്റേ കേസെടുക്കല്ലോ. അയ്യോ അപ്പുറത്തെ എസ്ഐ ചന്ദ്രൻ വീട് കയറി ആക്രമിക്കണേ, സ്ത്രീകളെല്ലാം പീഡിപ്പിക്കണേ. ഈ ഇല്ലാത്ത കേസിൽ, പീഡനത്തിന്റെ കേസിൽ സസ്പെൻഷൻ ആയ ആളാണ് ഞാൻ. ഈ നിങ്ങളും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ജോലി പോകും. ദയവേത് ക്ഷമിക്കണേ, ഒരു തെറ്റ് പറ്റിപ്പോയി. വേഷം നിങ്ങൾ ഇട്ടോളി, നമ്മൾ ഉണങ്ങി കൊണ്ടുപോവാ. അല്ല അല്ല വേണ്ട, നിക്ക്. അപ്പൊ എല്ലാം ബാലൻസ് ആയല്ലേ, ഞങ്ങൾക്ക് പോവാല്ലേ? അപ്പൊ എനിക്ക് കിട്ടിയ അടി എങ്ങനെ ബാലൻസ് ആവും? എന്റെ പെങ്ങളെ രണ്ടുപേർക്കും അടി കിട്ടിയില്ലേ? ഇനിയിപ്പോ വീട്ടിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തടവി കൊടുത്താൽ മതി, സോൾവ് ആവും. ചെല് ചെല്. എന്റെ മോളെ, നിങ്ങളാടി പുലിയുടെ വീട്ടിലെ കൊച്ചുമക്കള് കണ്ടാളിയായത്. എന്തൊരു ബുദ്ധി. അവളുടെ ഒരു ചവർ. പിന്നെ ഉരുളയ്ക്ക് പേര്